ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ നമുക്ക് ചായയൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, കട്ടൻ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. സോ എന്നാൽ നമുക്ക് അത് പോയി കുടിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. കാപ്പി എടുത്തിട്ടുണ്ട്. സോ എന്തായാലും കുടിക്കാം. സോ എന്തായാലും ഞാൻ കാപ്പി കുടിക്കട്ടെ. കാപ്പി കുടിച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട്. സോ എന്തായാലും കാപ്പി കുടിക്കാം. നമ്മളങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കാൻ പോകണം. സോ ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കാൻ പോകുമ്പോൾ അബി ജസ്റ്റ് ഒന്ന് താഴേക്ക് മോട്ടർ ഇടാൻ പോയപ്പോൾ നമ്മുടെ ഹൗസ് ഓണർ തന്നു വിട്ടാണല്ലോ ഇത് ഈ വടയും സുഖിയനും ഒക്കെ. വടയും സുഖിയനും മാത്രമല്ല, നമുക്ക് പായസം തന്നു വിട്ടുണ്ട് കേട്ടോ. സോ നല്ല അടിപൊളി പായസം. എന്തായാലും കുടിച്ചോളാം. പരിപ്പ് പ്ലസ് സേമിയൊക്കെ ഇട്ടിട്ടുള്ള പായസമാണ്. പിന്നെ വടയും സുഖേനൊക്കെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഉച്ചക്കലത്തെ പരിപാടി സെറ്റാക്കണം. അപ്പം അതിന് വേണ്ടി നമ്മൾ വീട്ടിൽ ഉള്ള പച്ചക്കറി വെച്ചാണ് നമ്മളിന്ന് സെറ്റാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തക്കാളിയും സവാളയും പൊട്ടേറ്റം വെച്ചിട്ടുള്ളൊരു അടിപൊളി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമ്മൾ സംഭവങ്ങളൊക്കെ തക്കാളി അരിഞ്ഞ് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പൊട്ടേറ്റോ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ സവാള ഇവിടെ ഇട്ട് വഴറ്റി പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. എന്തായാലും അത് എടുക്കാം. എന്തായാലും സംഭവങ്ങൾ സെറ്റാണ്. നമുക്ക് തക്കാളി കൊടുക്കാം. തക്കാളി കുറച്ച് വെള്ളമായിട്ട് കൊടുക്കണം. തക്കാളി വേവാനായിട്ട് കുറച്ച് വെള്ളമായിട്ട് കൊടുക്കണം. സോ ഗൈസ്, എന്തായാലും തക്കാളി വെന്ത് സെറ്റ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. സോ എന്തായാലും സെറ്റ് ആവട്ടെ. എന്തായാലും തക്കാളി സെറ്റ് ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു വട കഴിക്കാം. നല്ല വടയാണ്, നല്ല അടിപൊളി പരിപ്പ് വടയാണ്. സോ ഇവിടെ നമ്മളെ ഹൗസ് ഓണർ എന്താ സംഭവം എന്നറിയില്ല. ഇപ്പോൾ 2-3 ദിവസം മുമ്പാണ് ഇതുപോലെ ഒരു വട്ടം കൊണ്ടുവന്നത്. അപ്പം അതിൻ്റെ പാത്രം കഴുകി നമ്മൾ തിരിച്ചുകൊണ്ടാക്കാൻ വേണ്ടി അബി പോയത്. അപ്പോഴാണ് വീണ്ടും അത് റീഫിൽ ചെയ്ത് തന്നു വിട്ടേക്കാണ്. സോ എന്താ സംഭവം എന്നറിയില്ല. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. സോ എന്തായാലും നമുക്ക് ഫ്രീ ഫുഡ് കിട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്തായാലും കഴിക്കട്ടെ കേസ്. കഴിച്ചിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയാവും. അപ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ടേസ്റ്റ് നമ്മുടെ തക്കാളി സെറ്റായിട്ടുണ്ട്. ടൊമാറ്റോ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പൊട്ടേറ്റവും കൂടി ഇട്ട് സെറ്റാക്കിയെടുക്കാം. നമുക്കിനി പൊട്ടേറ്റോ ഇട്ട് കൊടുക്കാം കേട്ടോ. പൊട്ടേറ്റോ ഇട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൊട്ടേറ്റോ വേവാനായിട്ടല്ല വെള്ളം ഉപയോഗിച്ചു കൊടുക്കാം. സോ ഗൈസ്, പൊട്ടേറ്റോ വേവാനായിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പൊട്ടേറ്റോ വെന്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. നമ്മുടെ പൊട്ടേറ്റോ അടിപൊളിയായിട്ട് ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. പൊട്ടേറ്റോ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് വയ്ക്കാൻ അരി കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ കഴുകി നമ്മുടെ അരി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും കുക്ക് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടേറ്റോ തക്കാളി സവാള കറി റെഡി ആയിട്ടുണ്ട്. അതിന് പ്രത്യേക പേരും കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് മിക്സായി വന്നിട്ട് നല്ല സ്മാഷായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ പൊട്ടേറ്റോ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതും കൂട്ടി നമുക്ക് ചോറ് കഴിക്കണം. സോ എന്തായാലും ഇത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. സോ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്, ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് ടൈം. ഗൈസ്, നമ്മൾ ലഞ്ച് കഴിക്കാൻ എടുത്തിട്ടുണ്ട്. സോ ലഞ്ച് കഴിക്കാൻ അബി കോളിഫ്ലവർ ഫ്രൈ കൂടി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. സോ എങ്ങനെയുണ്ട് നമ്മുടെ ഫുഡെന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ സാധനം? കൊള്ളാം. പുതിയ കറിയുടെ പേര് നമുക്ക് കോളൂർ കറി ഉണ്ടാകുമെന്ന് ആലോചിക്കുന്നത്. കാരണം പൊട്ടേറ്റോ ടൊമാറ്റോ സവാള വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. സോ അടിപൊളിയായിട്ടില്ലേ? മറ്റേ കോളിഫ്ലവർ ഫ്രൈ എങ്ങനെയുണ്ട് ഇവിടുന്ന് മേടിച്ചു കഴിച്ചിട്ടുണ്ട്. സോ സംഭവമൊക്കെ സെറ്റാണ് ഗൈസ്. സോ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കഴിക്കാം. സോ ഗൈസ്, നമ്മൾ കോളൂർ കറി ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു പീസ് കോളിഫ്ലവർ ഫ്രൈ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മളങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ സംഭവം അടിപൊളിയാണ് ഗൈസ്. സോ എന്തായാലും കഴിക്കട്ടെ.
അപ്പം നമ്മളങ്ങനെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ചോറും ഇച്ചിരി കറിയും ബാക്കിയുണ്ടായി. അപ്പം അത് ഇവിടെ ഒന്നിങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ ടൈഗറിന് കൊടുക്കാൻ വേണ്ടി. എല്ലാവരുടെ അടുത്തും ഷെയറിങ് ചെയ്യണം എന്നാണല്ലോ. സോ എന്തായാലും ടൈഗർ നമ്മൾ ടൈഗറിന് കൊടുക്കാമെന്ന് വിചാരിച്ച് ടൈഗറിന് വിളിച്ച് അതിനിപ്പോൾ ടൈഗറിന് താഴത്തെ വീട്ടുകാർ അവർ ഗേറ്റ് ലോക്ക് ചെയ്ത് പുറത്താക്കിയവൻ. സോ എന്തായാലും ഇനി തുറന്നവൻ കയറുമ്പോൾ കഴിക്കട്ടെ, അവിടെ വെച്ചിട്ടുണ്ട് എന്തായാലും അവന് വേണ്ടി. സോ എന്തായാലും അവൻ കഴിക്കുമ്പോൾ കിട്ടണമെങ്കിൽ കാണിച്ചത്. ഓടി വാ, ഇവിടെ വാ, ഓടി വാടാ. ഓടി വാ, അത് കഴിക്ക്. എന്ത് കഴിച്ചോ? ഞാൻ ഉണ്ടാക്കിയതാ, കഴിക്കടാ. നല്ല കുട്ടി അവിടെ നിന്ന് കഴിക്കട്ടാ. നമ്മളങ്ങനെ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ജിമ്മിൽ പോവുകയാണ്. നമ്മൾ ഇന്ന് വില്ലേജിൽ പോയില്ല, കാരണം നമുക്ക് ഇന്ന് വില്ലേജിൽ ഒരു ലേഡി ഫാർമറിനെ കാണേണ്ട ആവശ്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അബിയുടെ വില്ലേജിലുള്ള ലേഡി ഫാർമറിനെ ആരാന്നുള്ളത് അറിയില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് അറിയാൻ പാടില്ല. സോ അവരെ ആരാന്ന് അറിയാൻ വേണ്ടി നമുക്കറിയാവുന്ന ഫാമേഴ്സിനെയും എയോനൊക്കെ വിളിച്ചു നോക്കി, ആരും ഫോൺ എടുത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കോണ്ടാക്റ്റും കിട്ടില്ല, ആരാന്ന് അറിയാത്തതുകൊണ്ട് പോയിട്ടുമില്ല. സോ നമ്മളിന്ന് പോയില്ല. ഇനിയിപ്പോൾ നമുക്ക് ജിമ്മിൽ പോവുകയാണ് അടുത്ത പരിപാടി. സോ എന്തായാലും ജിമ്മിൽ പോയിട്ട് വരുമ്പോഴേക്കും ചിലപ്പോൾ നല്ലോണം ഇരുട്ടാവാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം. എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നാളെ അടിപൊളി വ്ളോഗ് വരുന്നവരെ എല്ലാവർക്കും ബൈ.